ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. படத்தோடு கடைசி ஷாட்ல இப்படி இருக்கணும். கடைசியில வந்து இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி, கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല, ഒരു ട്വിസ്റ്റ് ഉണ്ട്. அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. 3-4 ദിവസം കൂടി കഴിഞ്ഞ ദീപാവലി അല്ലേ, അതുവരെ ഒന്ന് ക്ഷമിക്കണം. ഞാൻ വെയിറ്റ് ചെയ്യാം, പക്ഷെ വെയിറ്റിംഗ് ചാർജ് തരണം. എന്ത് വേണേലും തരാം. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். അതങ്ങനെ അല്ലല്ലോ മനോജേ. അങ്ങനെയല്ലേ? இல்ல உனக்கு தீபாவளி பெருசா, കടസിയിൽ എല്ലാരും 5 പേര് നടന്നു വരുന്നത് ബെസ്റ്റാ. നാളെ എനിക്ക് വരാൻ പറ്റുകയല്ല മാഡം. നാളെ എന്റെ തോട്ടത്തിൽ അടയ്ക്കാപ്പാറ. എന്റെ വേദന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. யோசிச்சேன் சார் எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன். ரொம்ப ரிஸ்க், நான் பண்ண மாட்டேன். அப்புறம் எதுக்குடா காசு வாங்குறேன்? எல்லாரும் அதுதான் பாப்பாங்க. ஆமா, 5 பேர் publicity. சேர்ந்து நடந்து வரது மிஸ் பண்ணிட்டு எதுக்கு தீபாவளிக்கு வீட்டுக்கு போனோம்னு நினைப்பான். ഇനി ഒരാൾക്ക് കുറഞ്ഞു പോയെന്ന് കംപ്ലൈന്റ് വേണ്ട. நான் பார்த்து எனக்கு தீபாவளிக்கு வீட்டுக்கு போறது பெஸ்ட். எனக்கு 5 പേർ നടന്നു വേണ്ട സാർ. എടാ ഇത് നിങ്ങളതല്ലേ? അതെ ജംഷീദ്, നമ്മളതല്ലേ? ഈ കഥ ഇങ്ങനെയാണോ? ഇത് ആ കഥ മാറിപ്പോയൊരു കഥയാണല്ലോ. 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. എവിടെയായിരുന്നു കണ്ണാ, എവിടെയൊക്കെ അന്വേഷിച്ചു? അപ്പൊ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. താൻ ആള് സ്മാർട്ട് ആണല്ലോ. സ്മാർട്ട് രാഘവൻ, നല്ല പേരാ. അതുകൊണ്ട് അതിന് പോവാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്, ശരിയാണ്. വീട്ടിനൊരു ഇഞ്ച് മാറിട്ടാ. അപ്പോ എന്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിന്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താല്. സാറേ എന്റെ ഷോട്ട് എപ്പോഴാണ്? ഒരു ടെൻഷൻ പേടിക്കണ്ട, നമുക്ക് ഉടനെ തുടങ്ങാം. അങ്ങനെ സാറ് എടുക്കടാ, വൈകുന്നേരത്തുള്ള എടുക്കാന്ന് പറഞ്ഞു. അന്നങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് എടുക്കെടുക്ക എടുക്ക മറ്റേത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്. സത്യം എന്താണെന്ന് ആർക്കറിയാം. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എന്റെ പൂജയും എല്ലാം ദിവസവും തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. അതിന് പോണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. ഇപ്പോ ഏതാത് സൊല്ലണമാ? ഇനി നാളെ ഒരു തെലുങ്ക് ഇന്റർവ്യൂവിൽ ഇതേ ചോദ്യം വന്നാൽ ഉഗാദി ആഘോഷിക്കാൻ പോയതായിരുന്നു എന്നും കൂടി ഇദ്ദേഹം പറയുമോ എന്നാണ് പേടി എന്നിങ്ങനെയാണ് കമന്റുകൾ. ഉത്തരം മുട്ടിച്ചുള്ളതല്ലോ. എന്തിനാ നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണം? മേലിൽ ഇതുപോലത്തെ പോക്കൃത്തരം കാണിച്ചോണ്ട് വരരുത്.